വീട്ടില് വാപ്പയും ഇമ്മയും തമ്മിൽ നല്ല ലോകത്തിലാണ്, നല്ല സംസാരത്തിലാണ്. വാപ്പയും ഇമ്മയും തമ്മിൽ സൊറ പറയും, ഇടയ്ക്ക് ചിരിച്ചും കളിച്ചും ഒക്കെ ഉണ്ട്. എന്നാൽ ദേഷ്യം പിടിച്ചു ചോദിച്ചും ഒക്കെ ഉണ്ടാവും, ഉണ്ടാണ്ടാന്നല്ല. വാപ്പയും ഇമ്മയും തമ്മിൽ കച്ചറ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇവിടെ പുതിയാപ്പിളാരെ അടി കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുതിയാപ്പിളാരെ അടി കിട്ടാത്ത ആൾക്കാർ കയ്യൊന്നിച്ചാണ്. ഓരോ പുതിയാപ്പിളാരെ ആസ്പത്രി കൊണ്ടുപോകണമെന്നാൽ കിട്ടിയില്ലേ? എന്നാൽ പുതിയാപ്പിളക്ക് എന്തോ കുഴപ്പമുണ്ട്. പുതിയാപ്പിളക്ക് തകരാറുണ്ടെങ്കിൽ മാത്രമേ അടി ഇട്ടാക്കുള്ളൂ. ശരിക്കും പെണ്ണുങ്ങൾക്ക് കച്ചറ കത്തിക്കുത്തും കൊലപാതകം എന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കച്ചറ ഉണ്ടാവണം. അത് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ മുമ്പിൽ വെച്ച് നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. അപ്പം എന്താ കലഹിക്കാൻ തോന്നുമ്പം കുട്ടികൾ സ്കൂൾക്ക് പോട്ടെ എന്നിട്ട് തുടങ്ങാൻ അറിയേ? അത് പറ്റൂലല്ലോ, അത് ഉണ്ടായാലല്ലേ. അപ്പം നബി അർത്ഥം പറഞ്ഞു, അഥവാ ഉണ്ടായാൽ അവരെ മുമ്പിൽ വെച്ച് തന്നെ നന്നാകണം. ഇതെന്തിനു പറഞ്ഞാ? കുട്ടികൾ നന്നായി വളരാൻ വേണ്ടിയില്ല. കുട്ടികൾക്കിടയിൽ ബാപ്പയും ഇമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ പിരിയണതിന് മുമ്പ് തന്നെ അത് നന്നാക്കി ചിരിച്ചു കൊണ്ടല്ലാതെ പിരിയാൻ പാടില്ല. ഏറ്റവും നല്ല പാടാണത്. അത്തരത്തിലുള്ള പാഠങ്ങളൊന്നുമില്ല. വാപ്പൊരു വേക്ക് ഉമ്മ ഒരു വേക്ക്, അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കാണൂല. കുട്ടികൾക്ക് എന്ത് വേണം? കുട്ടികൾക്ക് ഉമ്മാരടുത്ത് വേണം എപ്പോഴും. അതിൻ്റെ ലെസനാണ് ഇത്. കുട്ടികൾ സ്കൂളിൽ തരുമ്പം സ്കൂളിൽ തരില്ല കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഒരു പുരുഷൻ, ഒരു വാപ്പ എന്നുള്ള നിലയിൽ എൻ്റെ നെഞ്ഞ് പൊട്ടണ നേരാണ്. എന്താ കാരണം? കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ആരെ വിളിച്ച? ഒരു അവൻ്റെ സിലേറ്റും ബുക്കും കൊടയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്താൽ, പക്ഷെ എന്നാലും ബാപ്പേന്ന് ഒരാൾ സ്കൂളിൽ തരില്ല. എത്തപ്പോൾ കാട്ടിന്. അപ്പോൾ ഉമ്മയാണ്. എന്താ എന്നാലോ ഉമ്മ ഉണ്ടോ? ഉമ്മ വീട്ടിലുണ്ടോ? സ്കൂളിൽ തരുമ്പോൾ ഉമ്മ കുട്ടി പ്രതീക്ഷിക്കണ ആരെയാ? ഉമ്മാനെയാണ്, വാപ്പാനല്ല. ഞാൻ ആണായതുകൊണ്ട് പറയല്ല. ഉമ്മ പറഞ്ഞ സംഗതിയാണ് ഏറ്റവും തൂണായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 3 ദറജ തന്നത് അധികം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഉമ്മാനെ. രണ്ടാമതോ ഉമ്മ. 3 ഉമ്മ. 4 വാപ്പ. എന്താ കാരണം? ഇതൊക്കെ അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഈ 4 ദറജ കിട്ടാനുള്ള എല്ലാ കഴിവുകളും പെണ്ണുങ്ങൾക്ക് അള്ളാഹ് കൊടുത്തും ചെയ്യുന്നു. ഭയങ്കര സഹനം, അല്ലേ? ഭയങ്കര ക്ഷമ, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? എല്ലാം നോക്കിയ ഒരു കാര്യത്തിൽ വെച്ച് ബാക്കിയിലൊക്കെ പെണ്ണുങ്ങളാ മുമ്പിൽ. ഏതാ ആണുങ്ങൾ മുന്നിലുള്ള കാര്യം അറിയോ? എന്ത് പരിശോധിച്ച് നോക്കിയാലും പെണ്ണുങ്ങൾ ഒരു പടി മുമ്പിലാ. ഒരു കാര്യത്തിൽ മാത്രം ആണുങ്ങൾ കുറച്ച് മുമ്പിലാ. ഏതറിയോ? അറിയില്ലല്ലോ. എന്താ? ക്ഷമ, കഴിവ്, മറ്റത് ഇങ്ങനത്തെ ആണുങ്ങളെ മനുഷ്യരുടെ ഫീച്ചേഴ്സ് പറയുമ്പോഴേ അതാണ്. മുതൽ പക്കൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് ആണും പെണ്ണും തമ്മിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും മികച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. ഒരു കാര്യത്തിൽ മാത്രം ആണുങ്ങൾ കുറച്ച് മുമ്പിലാ. അതേതാ അറിയോ? ഞാൻ പറയാം. നേരല്ലാത്തോണ്ട് ഞാൻ പറയാം. ഭംഗി, ചൊറുക്ക ആണുങ്ങളാവും, അല്ലേ? അല്ല, അതല്ലെങ്കിൽ പുതിയാപ്പിളാരെ ഇഷ്ടമല്ല എന്നർത്ഥം. ആണോ പെണ്ണോ ചൊറുക്ക്? നിങ്ങൾക്ക് പെണ്ണുങ്ങളെ തോന്നും, അതിന് നിവൃത്തിയില്ല. എന്താ കാരണം? നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോൾ 10-250 ഉറുപ്പ്യ വേണം. നമുക്കൊന്നും വേണ്ട. നമുക്കൊരു ബ്ലേഡ് ഉണ്ടായാൽ മുന്നിരുന്നാവും വേണ്ട, അല്ലേ? ഒരു ബ്ലേഡ് ഉണ്ടായാൽ ഒരു മാസമൊക്കെ പോകും. ആകെ 1 ഉറുപ്പ്യനെ മുടക്കുള്ളൂ. പെണ്ണുങ്ങൾ ഇപ്പം അത് പോയി എവിടെ എത്തിപ്പം? ഞാൻ അത് വൈക്കൽ വരാൻ വേണ്ടി പറഞ്ഞതാ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കാണാം, ചുണ്ടൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ പോണിട്ടുകൾ. ഇതൊക്കെ അറിയില്ല, എന്നിട്ട് അങ്ങ് തിന്നണാണോ? എന്നിട്ട് പിന്നെയും ആരാത് ഉമ്മയും ബാപ്പി ഇട്ട് കൊടുക്കണാണ്. എത്തിനാണ് എനിക്കറിയില്ല. ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ വരുന്ന സാധനപ്പത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കൺട്രോളിലാണ്. ഉമ്മ പറഞ്ഞു കൊടുത്ത് നിൽക്കും കാര്യങ്ങൾ. പാപ്പടക്കം നിൽക്കും. ആണുങ്ങളൊക്കെ അങ്ങനെ ഊക്കും മുമ്പടുത്ത് പറയുന്നുള്ളൂ. മുന്നിൽ ഇങ്ങനെ നിൽക്കണണ്ടായിരിച്ചു ഭയങ്കര. പെണ്ണുങ്ങളെടുത്ത് എത്തി വെക്കണം, ഓളെ കാണേണ്ടി വരുന്നത്, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകണം എന്നാ. അത് കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എവിടെയാണ്? അത് ഇത്തരത്തിലുള്ള കലാമിറ്റിക്ക് പോലാന്ന് മാത്രമല്ല, കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകും. അത് 10-20-100 കൊല്ലം കഴിയുമ്പോഴും ഇതേപോലെ ഇന്നിപ്പോൾ മൂസാജിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ കുടുംബസംഗമം നടത്തുന്നുണ്ടെങ്കിൽ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ട് ഓരോ കുടുംബസംഗമം നടത്താൻ മാത്രങ്ങൾ ഉണ്ടാവും. അത് നടത്തണമെങ്കിൽ അന്നത്തെ കാലത്തെ കുട്ടികൾ വേണം. ആ കുട്ടികൾക്ക് ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? പാപ്പാനോടും ഉമ്മാനോടും ഇഷ്ടം വേണം. ഇന്നത്തെ കാലത്ത് അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് നമ്മൾ രണ്ടാമത്തെ വിഷയം, ഭാഗത. രണ്ടാമത്തെ ഭാഗം എന്താ? കാരണം നമ്മളെ വ്യാപാരമൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി ഒരു പെരിങ്കുടിയോ അല്ലെങ്കിൽ വീടെടുക്കാനുള്ള സ്ഥലമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കി വെച്ചില്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടായിരുന്നുവോ? അവരുണ്ടാക്കിയ കടം വീട്ടേണ്ട ഏതെങ്കിലും മക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. എങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കുക, ഈ കൂട്ടത്തിൽ കടബാധ്യതകളില്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കാണണം, ഒരു ഫോട്ടോ കിട്ടണം.
ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കലാമിറ്റി. കാരണം ആ 10ഉം 12ഉം കുട്ടികളെയുമായി ഇല്ലാത്ത വീടുണ്ടാക്കി ഉള്ളതൊക്കെ തിന്നും കുടിച്ചും അങ്ങനെ ഉണ്ടായി. ആ 10-12 മക്കളൊക്കെ തീറ്റിപ്പോറ്റി ഇക്കോലത്തിലാക്കിയിട്ടും ബാപ്പാക്കും ഉമ്മാക്കും ഒരു കടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് 2ഉം 3ഉം കുട്ടികളുള്ളൂ. എന്നിട്ട് പോലും എല്ലാവരും കടത്തിലാണ്. ഇതാണ് കുടുംബസംഗമം ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം. ഒന്ന് നമ്മുടെ പാരമ്പര്യം, 2 നമ്മുടെ സാമ്പത്തികം, 3-മത്തത് ആരോഗ്യം. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഈ ഘട്ടത്തിൽ എങ്ങനെ എത്തി? എത്ര ഗൗരവതരമാണ് ഈ കാര്യം. ആണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ. കാരണം കടബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് മതപരമായി പറഞ്ഞാൽ എന്താ പറയുക, തൗബ സ്വീകരിക്കാത്ത സാധനം എന്നാണ് ഞാൻ പഠിച്ചത്, ഞാൻ കേട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ആർക്കെങ്കിലും തെറ്റൊക്കെ ചെയ്തതിന് ഖേദിച്ച് മടങ്ങണമെങ്കിൽ അതിൻ്റെ പറലും ഷർത്തൊക്കെ പറയും, 3 പറയും, പിന്നെ 4-മതൊരു കണ്ടീഷൻ പറയും, കടബാധ്യത ഉണ്ടെങ്കിൽ ഇത് തീർക്കണം. ഒന്നും വേണ്ട, മരിക്കണ സമയത്ത് പള്ളിക്കുന്ന എന്താ പറയല്, ഇല്ലേ, ഇന്ന ആളായി കിടക്കണത്. ഇപ്പോൾ ജുനൈദ് പോയോ, അമീദിനെ മയ്യത്തായി കിടക്കി, അമീദ് പേടിച്ച് വേണ്ട അല്ലേ, ലുക്കുമാൻ്റെ മയ്യത്താണ് ഈ കിടക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പല തമാശ ഇതൊക്കെ പറഞ്ഞു നടന്നതാണ്. അതുകൊണ്ട് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു. നിങ്ങൾ പള്ളിക്കൊക്കെ കിട്ടണം വർത്താനം. മയ്യത്ത് കൊണ്ടുവച്ചാൽ ആദ്യത്തെ വർത്താനം അതാണ്, നിസ്കരിക്കുന്നതിന് മുമ്പ് ആ മയ്യത്തോടെ വെച്ചിട്ട് എല്ലാവരും വന്നു വെച്ചിട്ട് വർത്താനം പറയും. ആ വർത്താനത്തിൽ ഇതാ ഇന്ന ആളാണ്, നിർബന്ധമായിട്ട് പറയേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അള്ളാഹിനെ ഓർത്തത് പൊറുക്കണം. പുറത്ത് പിന്നീട് വർത്താനല്ല. പിന്നെന്താ പറയുക, സാമ്പത്തികമായ ബാധ്യതകളുണ്ടെങ്കിൽ അത് ഇന്നാൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിക്കാൻ നിൽക്കുമ്പം ഇതേപോലെ കടണ്ടോ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഒരു സഹാബികളൊന്നും ഉണ്ടില്ല. അപ്പം നബി മാറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളി, ഞാനില്ല. അപ്പം ഒരു സഹാബി നിശ്ചിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ കൊടുത്തോളാം, ഏറ്റ് ഉറപ്പല്ലേ, ശരി, അങ്ങനെ നിസ്കരിച്ചു. അപ്പം കടബാധ്യത എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമായി ഗൗരവതരമായിട്ട് നമ്മളെ മതം പഠിപ്പിച്ചിട്ട് ഇന്ന് ഈ സമുദായത്തിൽപ്പെട്ട എല്ലാ തരക്കാരും, വലിയോലും, പൈസക്കാരും അധികം കടം, സാധാരണക്കാരെ ഇടത്തരം കടം, ഇല്ലാത്തവന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ കുടുംബസംഗമത്തിൽ എടുക്കുന്ന 3-മത്തെ തീരുമാനം ഏതാണ്? അനാവശ്യമായ സാമ്പത്തിക ഇടപാടിലേക്ക് പോകാതിരിക്കുക. കാരണം ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ നമ്മളെ കടത്തിലാക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒരു വണ്ടി ഉണ്ടാവും, അപ്പം തന്നെ റോട്ടുമേൽ ഇങ്ങനെ നിൽക്കും, എക്സ്ചേഞ്ച് മേള. ഈ പഴയ വണ്ടി കൊണ്ടുകൊടുക്കുക, പുതിയ വണ്ടി എടുക്കുക. അതുപോലെ ഇന്നലെ പോയടത്തേക്ക് തന്നെ പോണത്, ഇന്നലെ കയറുന്ന നിധി കാറുള്ളത്, അതോടുകൂടി കാറ് മാറി. പക്ഷേ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കളറ് മാറി. അത് കറുത്ത മശീലിന് 10-25,000 ഉറുപ്പ്യ ഉണ്ടായി. കാർ എടുത്തോടുകൂടി ചുവന്ന മശീൽ 6 ലക്ഷം കടായി. എന്തിനാ അത് മാറ്റിയത് അറിയില്ല. പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പറയുന്നത് 70% വീടുകളും, ഏത് 1500-2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ, അതിൽ 70%, 30 ഉണ്ട് പൈസ എടുത്തിട്ടുണ്ട്, ബാക്കി 70 ആളുകളും കടബാധ്യതയാണ്. ആ കടബാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അത് ഒഴിവാക്കുക. രണ്ടാമത്, ഈ ഉള്ള ആൾക്കാർ പിന്നെയും ഉണ്ടായിക്കോട്ടെ, അതിൽ കടം വാങ്ങണ തെറ്റാവെന്ന് നമ്മൾ പറയില്ല, അത് ഹലാൽ തന്നെയാണ്. പക്ഷേ വീട്ടണം എന്ന് കരുതി വാങ്ങുന്ന കടമാണെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ തനിമ്പാലില്ലാതെ വാങ്ങുകയാണ്. അതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത തലമുറ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് രാങ്ങാട്ടൂർ പറഞ്ഞ തമാശ ഉണ്ട്. മൂപ്പര് ഒരു ദിവസം ഇങ്ങനെ പള്ളിക്കെന്ന് പറഞ്ഞാലോ, എന്താണ്, സാമ്പത്തികമായ ചുറ്റുപാടുകളുണ്ടെങ്കിൽ, ഇടപാടുകളുണ്ടെങ്കിൽ മൂത്ത മകൻ കുഞ്ഞാപ്പനോട് ചോദിച്ചു വാങ്ങണം പറഞ്ഞാലോ, അതിൽ ബാക്കെന്ന് പറഞ്ഞാൽ മൂപ്പരത്ത് തരാല്ല, കുഞ്ഞാപ്പൊരു 60,000 തരാൻ 6 മാസമായി, അത് കിട്ടിയാൽ മതി. കട ഏൽക്കണ കുഞ്ഞാപ്പ് ആകെ കടത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് സാമ്പത്തിക മേഖല ഗൗരവതരമായി പെരുമാറുക.